വെൽക്കം ടു ഗീത വീഡിയോ ലൈഫ്സ്. ഞാൻ ഇന്ന് ഡാൻഡ്രഫ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഈ ഒരു ബെയർ അനാട്ടമിയുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മന്ത്സോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് വാങ്ങിയത്. ഇത് ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതിന്റെ റിവ്യൂ എങ്ങനെയാണ്, ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ട് എന്ന് സംശയമുള്ള ആളുകളുണ്ടെന്ന് ഇതിന്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഒരു 6-7 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു 3 മാസത്തിനിടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ വീക്ക്ലി വൺസ് ആയിട്ടാണ് മുടി ഷാമ്പു ചെയ്യുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് ഫുള്ളും നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് ഈ ഒരു ബെയർ അനാട്ടമിയുടെ ഷാമ്പു റിമൂവ് ചെയ്യും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നിക്കാണും ഞാനൊരു 7 പ്രാവശ്യം ഇത് 3 മാസത്തിനുള്ളിൽ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഡാൻഡ്രഫ് പിന്നീട് തിരിച്ചു വരാതെ ഈ ഒരു ഷാമ്പു നമ്മളെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഹോണസ്റ്റ്ലി ഐ സേ നോ, ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ എൻ്റെ ഒരു ഡാൻഡ്രഫിന്റെ നേച്ചർ വെച്ചിട്ട് എനിക്ക് ഈ സാധനത്തിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ കഴിയാനാകുമ്പോഴത്തേക്ക് എനിക്ക് ഡാൻഡ്രഫ് പിന്നെയും വരുന്നത് പോലെ തോന്നും. ഇപ്പോൾ നിങ്ങൾ പറയും ഓക്കെ, പില്ലോ കവർ മാറ്റി നോക്കാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത്, അല്ലെങ്കിൽ ചീപ്പ്, ഇതെല്ലാം കഴുകി ഉപയോഗിച്ചിട്ടും എനിക്കിത് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഡാൻഡ്രഫ് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട്, നമ്മൾ നോർമലി ഷാമ്പു ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളു. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഹെയർ ലോസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ചങ്ങോട്ട് ഹാർഷ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണെന്ന് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഷാമ്പു തന്നെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഡാൻഡ്രഫ്, ഈ തലയിലുള്ള ഭയങ്കര ചൊറിച്ചില്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. എനിക്ക് കുറച്ച് ഓയിലി സ്കാൽപ്പുമാണ്, ഞാൻ അങ്ങനെ ഡ്രൈ സ്കാൽപ്പ് ഉള്ള ഒരാളുമല്ല. അപ്പൊ ഈ ഡാൻഡ്രഫ് ഇരുന്നിട്ട് നമുക്കുള്ള ചൊറിച്ചില്, അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻഡ്രഫ് പറക്കുന്നു, ഡ്രസ്സിൽ വീഴുന്നു, അത്രയും വലിയൊരു സ്റ്റേജിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് 1 വീക്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ഷാമ്പു ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാൻഡ്രഫ് ഫുള്ളി നിങ്ങളുടെ തലേന്ന് പോകും. പിന്നെ ഈ പറയുന്നത് പോലെ പില്ലോസ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചീപ്പ്, ബെഡ്ഷീറ്റ്സ്, തോർത്തൊക്കെ ഒന്ന് മാറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 2 വീക്സ് വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ ഷാമ്പു കൊണ്ട് നിങ്ങളുടെ ഡാൻഡ്രഫ് മൊത്തത്തിൽ പോകുമെന്നോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നോ അല്ല പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് വർക്ക് ആവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്. കാര്യം ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്കിത് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് സഹായമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്കാൽപേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പു, അതിപ്പോ എൻ്റെ അടുത്തില്ല, ഞാൻ നാട്ടിലുള്ളപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. സ്കാൽപേ എന്ന് പറഞ്ഞിട്ട് അതും ഈ ഒരു സെയിം ടു സെയിം ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് തന്നുകൊണ്ടിരുന്നത്. അത് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമായിരിക്കും. സ്കാൽപേയും എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണ്, 240 ആ ഒരു റേഞ്ച് തന്നെയാണ്. എന്തായാലും താങ്ക് യു.